കഴിക്കുമ്പോൾ രസം കൂട്ടി കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് അല്ലേ? അപ്പം നമുക്കിന്ന് രസം ഉണ്ടാക്കി നോക്കിയാലോ? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കേട്ടോ രസം ഉണ്ടാക്കുക. ഇന്ന് ഞാനൊരു എൻ്റേതായിട്ടുള്ളൊരു വെറൈറ്റി ഞാൻ കാണിക്കുന്നു എന്ന് മാത്രം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രസത്തിൽ ഉപയോഗിക്കുന്ന പൊടി അത് ഞാൻ ഇവിടെ വറുത്തിട്ട് പൊടിച്ച പൊടിയാണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങിയ പാക്കറ്റ് പൗഡർ അല്ല. നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് രസം ഉണ്ടാക്കാം അല്ലേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം രസത്തിലേക്കുള്ള പൊടി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം കേട്ടോ. അതിന് അവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രസത്തിൻ്റെ പൊടി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് കായാണ് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ കായം കഷ്ണാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ അത് പെട്ടെന്ന് മൂത്ത് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 4 കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കായം മൂപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മൂപ്പിക്കാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ കട്ടക്കായല്ലേ, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ കായ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കായ ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ കടലപ്പരിപ്പ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ അതിട്ടാലും മതി കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് ഇട്ടാലാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ കടലപ്പരിപ്പ് തന്നെ എടുത്തത്. കടലപ്പരിപ്പ് വറക്കണ സമയത്ത് നന്നായിട്ട് മൂത്ത് വരാൻ, ഒരു വറവ് സ്വാദ് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കളർ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഞാൻ അതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഇടേണ്ടത് 1 ടീസ്പൂൺ നല്ല ജീരകം. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം വല്ലാതെ കൂട്ടി വയ്ക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് നമുക്ക് ഏകദേശം ചൂടിനനുസരിച്ചിട്ട് വെച്ചാൽ മതി. കാരണം ഇതൊക്കെ പെട്ടെന്ന് ആയി വരുന്നതല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 6 മുളക്, വറ്റൽമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇതും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് മുളകിൻ്റെ ഞെട്ടി കളയാത്തത്. ഞെട്ടി ഇത് മൂത്തതിന് ശേഷം ഞാൻ കളയാറുള്ളൂ കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിലത്തെ കുരു പുറത്തേക്ക് വന്നിട്ട് അത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോൾ വറക്കുമ്പോഴും വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഞെട്ടി കളയാറ്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ആദ്യം കടലപ്പരിപ്പൊക്കെ മാറ്റി വെച്ചില്ലേ അതിൻ്റെ കൂടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ലോണം ആറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ രസത്തിൻ്റെ പൗഡർ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ സൈഡിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ രസത്തിലേക്കുള്ള പൗഡർ ഞാൻ പൊടിച്ചിട്ട് സൈഡിലവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് അധികം വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ കേട്ടോ. അപ്പം ഈ പാത്രത്തിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കാൻ പോണത്. അപ്പം നമ്മൾ പുളിവെള്ളം ഒഴിച്ചെടുത്തില്ലേ, ഈ പുളിവെള്ളം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം.
ഈ പുളിവെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി കുറച്ച് വലിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ തക്കാളി കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഇതായത് കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് പരിപ്പാണ്. ഞാൻ പരിപ്പ് തന്നെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പരിപ്പിൻ്റെ വെള്ളത്തിൽ നമ്മൾ രസം ഉണ്ടാക്കാറുണ്ട്. ഇത് പരിപ്പ് നല്ലോണം ഉടച്ച് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തി കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് വേവിച്ചുടച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, പരിപ്പ് നമ്മൾ ചേർത്തിയാലും നമുക്കിത് ലൂസ് കൺസിസ്റ്റൻസിനെയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്തിയാൽ മതി. അതും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള രസം പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. നല്ല ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറിലൂടെ അടച്ചു വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് രസം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പാക്കറ്റ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഈ രസം പൗഡർ ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുറവുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ അതാ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്തിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വറുത്തിടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില രസത്തിലേക്ക് നിർബന്ധമാണല്ലോ. മല്ലിയിലയാണല്ലോ ഇതിൻ്റെ ടേസ്റ്റും ആ ഒരു മണമൊക്കെ കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അതിന് ടേസ്റ്റ് രസത്തിന്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല സ്വാദുള്ള രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു വിഭവമായിട്ട് വീണ്ടും വരാം.